എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്നറിയോ? ഈ അൽമുക്താദിർ തട്ടിപ്പ്, ആ തട്ടിപ്പിൽ പണം ഇൻവെസ്റ്റ് ചെയ്തവര് ഈ സമരം നടത്തുന്നത് എന്തിനാണെന്നാണ്. അവരുടെ പണം തിരിച്ചു പിടിക്കാനായിരിക്കും സമരം നടത്തുന്നത്. സത്യത്തിൽ അവർ പലിശയ്ക്ക് കൊടുത്തതല്ലേ? ലാഭം മാസം ഇത്ര രൂപ ലാഭം എന്ന് പറയുമ്പോൾ ലോകത്തില്ലാത്ത പലിശ കിട്ടുന്ന സമയത്ത്, അതായത് അത്ര പലിശയാണ് കിട്ടുക, അത് നിലനിൽക്കില്ല എന്നറിയാത്ത സാമാന്യ ബോധമില്ലാത്തവരാണോ ഇവര്? ജുവലറിയാണ്, തൊപ്പിയും താടിയും തലയെക്കെട്ടും വെച്ച് കുറെ ആൾക്കാർ, അതേപോലെ സമൂഹത്തിലുള്ള ഉന്നതരായ പലരെയും പറ്റിച്ചുകൊണ്ട് അങ്ങനെ കുറെ പേര് കുടുങ്ങിയേക്കണ്. സത്യത്തിൽ അവർ കൊടുക്കുക ആവശ്യമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്താണെന്ന് അന്വേഷിക്കാതെ ഒരു ഉദ്ഘാടന മാമാങ്കം നടത്താൻ അങ്ങോട്ട് പോകുന്ന കുറെ പണ്ഡിത സമൂഹമുണ്ട്. അവർക്കൊരു പാഠമാണിത്. ഒരുത്തൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഒരു തൊപ്പിയും വെച്ച് ഒരു താടിയും വെച്ച് ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങിയിട്ട് 4 പോത്തിറച്ചി 3 കോഴിക്കാലും വെക്കുമ്പോഴത്തേക്ക് പോയിക്കാണ്ട് ആ ഉദ്ഘാടനം നടത്താനും അവന് വേണ്ടിയിട്ട് പണപ്പിരിവ് നടത്താനും ഈ ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഇവര് വന്ന് ഉദ്ഘാടനം നടത്തുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യത്തിൽ ബാക്കി സാധുക്കൾ പെട്ടുപോണതാണ് സംഗതി, ശരി. പക്ഷെ പെട്ടുപോണതാണെന്ന് പറയാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. അവർക്ക് കിട്ടുന്ന പലിശ നിരക്ക് അതാണ്. ഇപ്പോ 1 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടാൽ എന്താണ് ഒരു മാസം കിട്ടുക നമുക്കറിയാം. അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ ജുവലറികൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാർ 8ഉം 10ഉം 12ഉം 14 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. സാധാരണക്കാരാണ്, മറ്റുള്ളവർ അതിന് മേലെയുണ്ട്, കോടികൾ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഓരോ മാസവും കിട്ടിയിരുന്ന തുകകൾ അവർ പറയുന്നുണ്ട്. ഈ സമരം നടത്തുന്നവർ മാസം എത്ര രൂപ വീതം തങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് പറയണില്ല. ചിലരൊക്കെ കൊടുത്ത തുക തന്നെ പറയുന്നില്ല. പക്ഷെ ഈ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നവര് ഞങ്ങൾക്ക് മാസം ഇത്ര രൂപ വീതം, ലക്ഷത്തിന് ഇത്ര രൂപ കിട്ടിയിരുന്നു എന്ന് എന്തേ പറയാൻ ധൈര്യമില്ലാത്തത്? അതായത് ഈ കൊള്ള പലിശയ്ക്ക് പണം കടം കൊടുത്തപ്പോ അത്രയധികം പലിശ തിരിച്ചു കിട്ടുമ്പോൾ അത് മുതൽ തിരിച്ചു കിട്ടാൻ സാധിക്കില്ല എന്ന് കേരളത്തിന്റെ ഈ സാമാന്യ ചരിത്രം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നതല്ലേ? എത്ര കേസുണ്ടായിരുന്നു, എത്ര കേസുണ്ടായിരുന്നു! നെറ്റ്വർക്കിന്റെ പേരിലായാലും ഇൻവെസ്റ്റ്മെന്റ് പേരിലായാലും ഒക്കെ എല്ലാ പേരിലും ഇത്തരത്തിൽ കോടികൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ആൾക്കാർ. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു നാൾ പൂട്ടിപ്പോയി കഴിഞ്ഞ ഒരു കമ്പനി, ആ കമ്പനിയിൽ പൈസ കൊണ്ടുവന്നിട്ട 25 ലക്ഷം ഇട്ട ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഒരുപാട് പേര് വിളിച്ചിരുന്നു, 25, 15, 18, 7 ഒക്കെ. ഞാൻ അതിൽ പണം എങ്ങനെ തിരിച്ചു പിടിക്കാൻ വന്നതിനെ കുറിച്ച്, ബഡ്സ് ആക്ട് പ്രകാരമുള്ള പണം തിരിച്ചു കിട്ടാൻ, നിക്ഷേപിച്ച പണം തിരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് കുറെ വീഡിയോകൾ ചെയ്തിരുന്നു ഞാൻ. അവർ പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടിയെന്നാണ്. അതായത് 25 ലക്ഷം രൂപ ഇട്ടു എന്നുള്ള പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് അതിന്റെ 3/1 അല്ലെ 4/1 കിട്ടിയവരുണ്ട്. അതായത് അത്രയധികം ലാഭം അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ അൽമുക്താദർ എന്ന് പറയുന്ന ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന് പണമിട്ടപ്പോ ബാങ്കിൽ നിന്ന് കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടി അവർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സമരം നടത്തി പണം പോയി എന്ന് നിലവിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർ ഒരാൾ പോലും ഞങ്ങൾക്ക് മാസം ഇത്ര രൂപ ലാഭം കിട്ടിയെന്ന് പറയണില്ല. അല്ലെ പറയട്ടെ, ഞങ്ങൾ ഇത്ര രൂപ ഇട്ടിരുന്നു, ഞങ്ങൾക്ക് മാസം ഇത്ര രൂപ വെച്ച് നമുക്ക് കിട്ടി എന്ന് പറയട്ടെ. എത്ര ശതമാനമാണ് അവർക്ക് പലിശ കിട്ടിയിരുന്നെന്ന് പറയുമല്ലോ. അപ്പൊ പറയും പലിശയല്ല, ഞങ്ങൾക്ക് ലാഭമാണ്. എന്ത് ലാഭം? മാസാമാസം ഉയർന്ന തുക തരുന്നതാണോ ലാഭം? പലിശന്റെ പേര് മാറ്റി ലാഭം എന്നിട്ട് കഴിഞ്ഞാൽ ഈ തൊപ്പിക്കും താടിക്കും ഈ പൈസക്ക് ഹലാലാവോ? അത് ഹറാമ് തന്നെയല്ലേ? അപ്പോൾ ഹറാമ് വാങ്ങി തിന്നു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എവിടെ എത്തും എന്ന് നമുക്കറിയാമല്ലോ, അറിയാമല്ലോ. ചിലരുണ്ട്, ഒരുപാട് പേരുണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് മനുഷ്യനെ പറ്റിക്കുന്ന ആൾക്കാർ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അത്തരത്തിൽ കച്ചവടം നടത്തുന്നുണ്ടല്ലോ. മോതിരക്കല്ല് കച്ചവടം ചെയ്യുന്നവരുണ്ട്, തൊപ്പിന്റെ താടിന്റെ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സഹായം ചോദിക്കുന്നവരുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതങ്ങനെ ഇവിടെ ഇപ്പുറത്ത് ജ്വല്ലറി, ഇപ്പൊ എന്താ പറയാ, രത്നങ്ങൾ, കല്ലുകൾ അത് വെച്ചുകൊണ്ട് ചെയ്യുന്നു. അവിടെ ചെയ്യുന്നത് ആയിരങ്ങൾ 10,000-ങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലക്ഷങ്ങൾ, കോടികൾ. ഇത്രയുള്ള വ്യത്യാസം. പക്ഷെ അവിടെ കിട്ടുന്ന ലാഭത്തിന്റെ കണക്കുകളൊന്ന് ചിന്തിക്കുക. അൽമുക്താദറിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാസം കിട്ടിയിരുന്ന ലാഭം എത്ര? 1 ലക്ഷത്തിന് എത്ര രൂപ ലാഭം കിട്ടി പറയണം. അപ്പൊ നിങ്ങൾക്ക് കൊള്ള ലാഭം കിട്ടിയിരുന്നപ്പോ നിങ്ങൾക്ക് ഒരു പരാതി ഇല്ലായിരുന്നു. എവിടെന്നാ ഈ ലാഭം ഉണ്ടാക്കി തരുന്നത്? മറ്റുള്ളവന്റെ, പാവപ്പെട്ടവനോ പണക്കാരനോ എന്നില്ലാതെ അൽമുക്താദർ മുതലാളി പറ്റിച്ചെടുത്തിട്ടുള്ള, അതായത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിട്ടുള്ള പിന്നീട് വാങ്ങുന്നവരുടെ പണമെടുത്ത് വീതിച്ചാണ് ആദ്യ ആൾക്കാർ കൊടുത്തോണ്ടിരുന്നത്. ഇന്ന് വരെയുള്ള ഇതുപോലുള്ള തട്ടിപ്പ് സംഘങ്ങൾ വലിയ രീതിയിൽ പലിശ കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെയല്ലാതെ കൊടുക്കാൻ സാധിക്കില്ല. എന്നിരിക്കെ അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ടല്ലേ മോളെ കല്യാണം മുടങ്ങിയെങ്കിൽ കണക്കായി പോയെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയും കൂടിയ പലിശ എന്തിനിട്ട് കൊടുക്കുന്നത്? ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ? ഈ പണം തിരിച്ചു കിട്ടുമെന്നുള്ള എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരാളെ വിശ്വസിച്ച് കൊണ്ടുവന്നങ്ങ് മറക്കുകയല്ലേ.
അത്തരത്തിൽ ഒരാളെ വിശ്വസിച്ച് കൊണ്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും മുന്നിടപാടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധം ഉണ്ടാവണം. ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ മാസാമാസം ഇത്ര രൂപ ഞങ്ങൾ പലിശ തരും, അതായത് ലാഭം തരും എന്ന് പറഞ്ഞപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് ഒരു 20 ലക്ഷം ആവുമല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. അല്പലാഭം പെരുംജേതം. അതായത് അതിവിളവിന് അരി അങ്ങാടിയിൽ എന്നൊരു ചൊല്ലുണ്ട്, അറിയില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ നിക്ഷേപകർക്ക് മുഴുവൻ പണം പോയതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെയാണ്. അൽമുക്താദറിനാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം അയാളത് നേരത്തെ തന്നെ പൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ യാതൊരു പണിക്കൂലി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ സ്വർണം കൊടുക്കാനും ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിട്ട് പൈസ വലിയ രീതിയിൽ പലിശ തിരിച്ചു കൊടുക്കാനും ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക അക്കൗണ്ടിൽ എത്തിക്കഴിയുമ്പോൾ മുങ്ങാൻ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ പെട്ടുപോയത് കുറെ പാവപ്പെട്ട കുറെ മൊയിലാക്കന്മാര്, സമൂഹത്തിൽ നല്ല പതിവുകൾ ഇരിക്കുന്നവര്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സാധുക്കൾ ചെന്ന് തലവെച്ച് കൊടുക്കുകയും ചെയ്തു. ഇനി ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടി ഇനി അവരെ പരിപാടി ചെന്ന് കയറിയിട്ട് നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പൈസ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ചെന്ന് കയറുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇനി അതും കൂടെ വരാനുള്ളൂ. സെക്രട്ടേറിയറ്റ് പോയി സമരം നടത്തിയിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെ പിണറായി വിജയൻ എന്താ പൈസ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അവരോട്? അതോ ധനകാര്യമന്ത്രി പറഞ്ഞു അൽമുക്താദിർ കൊണ്ട് പൈസ ഇടാൻ വേണ്ടിയിട്ട്? സെക്രട്ടേറിയറ്റ് ചെന്ന് സമരം നടത്തുമ്പോൾ പിണറായി വിജയനോ ഈ പറഞ്ഞ ആൾക്കാരോ അല്ലെങ്കിൽ പോലീസോ മറ്റാരെങ്കിലും അവരാരെങ്കിലും ഇത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇവരോട് ആരെങ്കിലും ചോദിച്ചിട്ട് ഇവർ നിർബന്ധിച്ചിട്ടാണോ കൊണ്ടുവന്ന് പൈസ ഇട്ടത്? അതുകൊണ്ട് അതൊക്കെ വെറുതെ ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. പൈസ പോയത് പോയി, തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഇത് വസ്തുതയാണ്. Different angles. Don't forget to subscribe and support this channel.